വെൽക്കം ടു PSC പ്ലാനർ. എല്ലാ PSC ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയ പരാതി എന്താണെന്നറിയാമോ? ഞാൻ എല്ലാം കൃത്യമായി പഠിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ഓപ്ഷനുകൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നു, അല്ലെങ്കിൽ മറന്നു പോകുന്നു. നിങ്ങളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടോ? സത്യത്തിൽ പ്രശ്നം നിങ്ങളുടെ പഠനത്തിൻ്റെയല്ല, നിങ്ങളുടെ റിവിഷൻ രീതിയുടേതാണ്. മണിക്കൂറുകളോളം നമ്മൾ ബുക്കിലേക്ക് വെറുതെ നോക്കി വായിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാൾ വരെ ഓർത്തു വെക്കാൻ സഹായിക്കുന്ന 3 കിടിലൻ റിവിഷൻ ടെക്നിക്കുകൾ നോക്കിയാലോ? ഒന്നാമത്തെ ടെക്നിക്, ആക്റ്റീവ് റീകോൾ. നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന തെറ്റെന്താ? പഠിച്ച ഭാഗം വീണ്ടും വീണ്ടും വായിക്കും. ഇതിനെ പാസീവ് റീഡിംഗ് എന്ന് പറയും. ഇതുകൊണ്ട് താൽക്കാലികമായ ഓർമ്മയുണ്ടെന്ന് തോന്നുമെങ്കിലും ലോങ് ടേം മെമ്മറിയിലേക്ക് മാറില്ല. ഇതിന് പകരമായി നമ്മൾ ചെയ്യേണ്ടത്, ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ബുക്ക് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. ഉദാഹരണത്തിന്, കേരള നവോത്ഥാനമാണ് പഠിച്ചതെങ്കിൽ അയ്യങ്കാളിയെക്കുറിച്ച് പഠിച്ച പ്രധാന വർഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ണടച്ച് ഓർത്തു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം ബുക്ക് തുറന്നു നോക്കുക. ഈ ഒരു ബ്രെയിൻ എക്സസൈസ് നിങ്ങളുടെ മെമ്മറി പവർ ഇരട്ടിയാക്കും. രണ്ടാമത്തെ കാര്യം, സ്പേസ്ഡ് റെപ്പിറ്റീഷൻ. ഇന്ന് പഠിച്ച കാര്യം നാളെ റിവൈസ് ചെയ്യണം, പിന്നെ 3 ദിവസം കഴിഞ്ഞ്, അതിനുശേഷം 7 ദിവസം കഴിഞ്ഞ്. ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ റിവൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് അത് ഡിലീറ്റ് ചെയ്ത് കളയും. മൂന്നാമത്തെ ട്രിക്ക്, ഒരു ദിവസത്തെ പഠനത്തെ 60-20-20 എന്ന അനുപാതത്തിൽ തിരിക്കുക. പലരും പറയാറുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയം കിട്ടുമ്പോൾ റിവിഷൻ നടക്കില്ലെന്ന്. ഒരു ദിവസത്തെ നമുക്ക് ഇതേ അനുപാതത്തിൽ തിരിക്കാം. 60% കടുപ്പമേറിയ സബ്ജക്റ്റുകൾക്കും 20% മോക്ക് ടെസ്റ്റുകൾക്കും പ്രാക്ടീസും ചെയ്യാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ 20% അത് റിവിഷൻ ഓൺലി ടൈം ആയിരിക്കണം. അപ്പോൾ ഓർക്കുക, ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് കൂടി ഉണ്ടെങ്കിലേ ഈ മത്സര പരീക്ഷയിൽ നമുക്ക് മുൻപിലെത്താൻ പറ്റൂ. ഈ റിവിഷൻ മെത്തേഡ്സ് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. മാറ്റം നിങ്ങൾക്ക് സ്വയം അറിയാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പഠിക്കുന്ന ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.